ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ചിറ്റാരം ക്ഷേത്രത്തിലെ യാഗത്തിനായി പോയിരിക്കുകയാണ് സുജാതയും കുടുംബവും. കൂടാതെ മാധവനും ചന്ദ്രികയും അവരുടെ കുടുംബവും. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ചന്ദ്രിക സുജാതയും കുടുംബവും വഴിയരികിൽ കാണുകയാണ്. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രിക പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ചന്ദ്രികയുടെ പഴയ കളിക്കൂട്ടുകാരിയായിരുന്നു സുജാത. തുടർന്ന് സുജാതയെ മാധവനും ജഗനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചന്ദ്രിക. എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഒരുമിച്ച് യാഗത്തിൽ പങ്കെടുക്കാനായി പോകുന്നു. അങ്ങനെ അവര് ക്ഷേത്രത്തിലെത്തി ഇറങ്ങാൻ നേരമാണ് അവിടെ നിൽക്കുന്ന ഹരിയെയും രാമകൃഷ്ണനെയും കല്യാണിയെയും കാണുന്നത്. ഇത് കാണുന്ന സുജാതയും നിത്യയും പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സുജാത പറയുമ്പോൾ, നിങ്ങളും പറഞ്ഞില്ലല്ലോ എന്ന് രാമകൃഷ്ണൻ പറയുന്നു. അത് പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു, അതാ ഒന്നും പറയാൻ പറ്റാഞ്ഞതെന്ന് സുജാത പറയുമ്പോൾ, ഞങ്ങളും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നെന്നും ഇവിടം വരെ എത്തിയ പാട് എനിക്ക് അറിയൂ എന്നും രാമകൃഷ്ണൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് തൊഴാൻ കയറുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് പൂജയ്ക്ക് ശേഷം തിരുമേനി പറയുകയാണ്, ഇപ്പോൾ ഞാനിവിടെ പ്രദക്ഷിണം ചെയ്യാൻ പോവുകയാണ്. സ്ത്രീകൾ മാത്രം താലവുമായിട്ട് എൻ്റെ പിന്നാലെ വരണം. അങ്ങനെ എല്ലാവരും താലവുമായിട്ട് പിന്നാലെ ചെല്ലുമ്പോൾ ഹരിയും ബാക്കിയുള്ള ആളുകളും അവിടെ തൊഴാനായി മാറി നിൽക്കുകയാണ്. ഇത് കാണുന്ന കല്യാണിയും ദിയമ്പോളും കൂടി ഹരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അച്ഛാ, ഞങ്ങളും കൂടി പൊക്കോട്ടെ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ, അതിനെന്താ, പോയിട്ട് വരാൻ ഹരി പറയുന്നു. അങ്ങനെ എല്ലാവരും പ്രദക്ഷിണം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതേസമയം വന്ദനയുടെ പിന്നാലെ തന്നെ ജഗനും ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തെ പ്രദക്ഷിണത്തിന് ശേഷമാണ് വന്ദന ജഗനെ കാണുന്നത്. ഇയാൾ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നതെന്ന് വന്ദന ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇയാളുടെ സാരി എൻ്റെ ചെയിനിൽ ഉടക്കിയത് കൊണ്ടാണെന്ന് പറഞ്ഞ് തൻ്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ് ജഗൻ. തുടർന്ന് തൻ്റെ കയ്യിലുള്ള താലം ജഗന്റെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം വന്ദന സാരിയുടെ കെട്ടെല്ലാം അഴിച്ചു മാറ്റുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മാധവനും ചന്ദ്രികയും. അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് വന്നു നിൽക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, അടുത്തതായി മഞ്ചാടിയുടെ വഴിപാടാണ്. ഈ മഞ്ചാടി കൂട്ടത്തിൽ ഒരു സ്വർണ്ണ മഞ്ചാടിയുണ്ട്. അത് ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും ദേവിയുടെ ഏറ്റവും നല്ല ഭക്തനോ ഭക്തയോ എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി എല്ലാവർക്കും നേരെ മഞ്ചാടി എറിയുകയാണ്. എല്ലാവരും മഞ്ചാടി പിറക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഹരിയും നിത്യയും സന്തോഷത്തോടെ പരസ്പരം നോക്കിക്കൊണ്ട് മഞ്ചാടികൾ പെറുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജീവനെയാണ്. ജീവനും സുജാതയും സുജാതയുടെ രഹസ്യങ്ങളും തേടി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.